സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്യാമ മീനാക്ഷിനെയും കുട്ടി ശങ്കർജിയുടെ സ്നേഹയുടെ ഒപ്പം അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക പെട്ടെന്ന് തിരിയുമ്പോൾ ശ്യാമ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ബാക്ക് കാണുന്നതോടെ ശ്യാമയാണ് ആ പോകുന്നതെന്ന് രാധികക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ രാധിക നേരെ അവിടെ നിന്നും കടയിലേക്ക് പോകുവാണ്. ഈ സമയം മീനാക്ഷിയും കൂട്ടി ശങ്കർജി ഡോക്ടറിൻ്റെ അരികിലെത്തുന്നുണ്ട്. എന്താ ഡോക്ടറെ, സുഖമല്ലേ? നിങ്ങളുടെയൊക്കെ നല്ല മനസ്സും പ്രാർത്ഥനയൊക്കെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. മീനാക്ഷി മോളെ വന്നേ, മോളെ നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ പരിശോധിച്ച് നോക്കുവാണ് കേട്ടോ. എന്നിട്ട് കുട്ടീനെ പരിശോധിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയം ശ്യാമയാണെങ്കിൽ ടെൻഷനോടുകൂടി തന്നെ മോളുടെ അരികിൽ നിൽക്കുന്നുണ്ടാവും. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, മോൾക്ക് ഇഞ്ചക്ഷൻ പേടിയൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാലേ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് കേട്ടോ. അന്നേരം ശ്യാമ ചോദിക്കുക, അല്ല ഒരു ഇഞ്ചക്ഷനാണല്ലോ, എന്താ അങ്ങനെ വെച്ചത്? അല്ല മോൾക്ക് നല്ലപോലെ വേദന എടുക്കുമെന്നറിയാനാ. പേടിക്കൊന്നും വേണ്ട, ഒരൊറ്റ ഇഞ്ചക്ഷനേ ഉള്ളൂ. സിസ്റ്റർ മോൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടോ. ശങ്കർജി വന്നോളൂ. അങ്ങനെ ഡോക്ടർ മീനാക്ഷിനെയും ശ്യാമേനെയും ശങ്കർജീനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നത് രാധിക കൊണ്ടുവന്ന അമ്മേനെ അഡ്മിറ്റ് ചെയ്ത റൂമുണ്ടല്ലോ, ആ സെയിം റൂമിൽ തന്നെയാണ്. അവിടെ തന്നെ അവർ കിടക്കുന്ന ബെഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ തുണി കൊണ്ടൊരു മറ പോലെ ഡിവൈഡ് ചെയ്തിട്ട് അപ്പുറത്ത് തന്നെയുള്ള അടുത്തൊരു ബെഡിൽ തന്നെയാണ് കേട്ടോ കുട്ടീനെ കൊണ്ടുവന്ന് കിടത്തുന്നത്. എന്നിട്ട് ഡോക്ടർ മീനാക്ഷിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കുവാണ്. അങ്ങനെ സൂചി കുത്തുന്നതും മീനാക്ഷി പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ച് ശ്യാമേനെ നോക്കിക്കൊണ്ട് കരയുവാണ് കേട്ടോ. അന്നേരം ശ്യാമയാണെങ്കിൽ മീനാക്ഷിയുടെ കൈകൾ ചേർത്ത് പിടിച്ച് മീനാക്ഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പേടിക്കേണ്ട മോളെ, ഇപ്പോൾ കഴിയും കേട്ടോ, പേടിക്കല്ലേ, അമ്മ കൂടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് ഡോക്ടർ മീനാക്ഷിയോട് പറയണേ, മോളെ ചെറിയൊരു വേദന എടുത്തല്ലേ, സാരമില്ല, കുറച്ചു നേരം കണ്ണടച്ച് കിടന്ന് മോളെ റെസ്റ്റ് എടുത്തോട്ടോ. സിസ്റ്റർ അത് കഴിയുമ്പോൾ മോളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ എടുക്കണം കേട്ടോ. ശങ്കർജി ഒന്ന് വരുമോ? അങ്ങനെ പറഞ്ഞ ശങ്കർജീനെയും കൊണ്ട് ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ മീനാക്ഷി മോളുടെ കൈയും പിടിച്ച് അവിടെ അടുത്ത് തന്നെയുള്ള സ്റ്റൂളിൽ മീനാക്ഷിനെ നോക്കി മുടിയിലൊക്കെ തലോടിക്കൊണ്ട് ഇരിക്കുവാണ്. അങ്ങനെ മീനാക്ഷിയോട് ഓരോ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് മോളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മോളങ്ങനെ പതിയെ നല്ല മയക്കത്തിലാകും. ഈ സമയത്തായിരിക്കും കടയിൽ പോയി ഓറഞ്ചൊക്കെ വാങ്ങി രാധിക തിരിച്ചെത്തുന്നത്. അങ്ങനെ രാധിക നേരെ ആ റൂമിലേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാണ്. എന്നിട്ട് രാധികയും അമ്മയുടെ അരികിൽ തന്നെയുള്ള ഒരു സ്റ്റൂളിൽ വന്നിരിക്കുന്നുണ്ട്. ഈ സമയം രാധിക ഇരിക്കുന്ന സ്റ്റൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും ശ്യാമയും ഇരിക്കുന്നത്. അവർക്കിടയിൽ തുണി കൊണ്ടുള്ള ഒരു മറ മാത്രമേ ഉള്ളൂ. ഈ സമയം രാധികയാണെങ്കിൽ താൻ കൊണ്ടുവന്ന ഓറഞ്ചൊക്കെ പൊളിച്ച് അത് ഓരോന്നോരോന്നായിട്ട് ആ അമ്മക്ക് കൊടുക്കുവാണ്. അമ്മ അത് ഒത്തിരി സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം രാധിക ബാക്കിലേക്ക് കൈയൊക്കെ എടുക്കുന്ന സമയം ശ്യാമയുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ തിരിഞ്ഞു നോക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവിടെ രണ്ട് ഭാഗവും തമ്മിൽ വേർപിരിച്ചിട്ടിരിക്കുന്ന ആ കർട്ടൻ പതിയെ നീക്കി ബാക്കിലിരിക്കുന്ന ആളാരാണെന്ന് നോക്കാനായിട്ട് ശ്യാമ തുനിയുന്നുണ്ടെങ്കിലും പിന്നീട് വേണ്ടാന്ന് വെച്ച് സ്റ്റൂള് കുറച്ചുകൂടി മുമ്പോട്ട് നീക്കിയിട്ടിരിക്കുവാണ്. ഈ സമയം രാധികയോട് ആ അമ്മ പറയുന്നുണ്ട്, മോളെ സത്യം പറയാലോ, മോളില്ലായിരുന്നെങ്കിൽ ഞാൻ ആ തെരുവിൽ തന്നെ കിടന്ന് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായാനെ. ദൈവമായിട്ടാണ് എൻ്റെ മോളെ എൻ്റെ മുമ്പിലെത്തിച്ചത്. ഇത്രയും നല്ലൊരു മോളെ പ്രസവിച്ച മോളുടെ അമ്മയുണ്ടല്ലോ, അവരൊരു പുണ്യം ചെയ്ത സ്ത്രീയാണ്. അങ്ങനെ അമ്മയെക്കുറിച്ച് ആ അമ്മ പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ട് രാധികയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ശ്യാമയുടെ ചിന്തകളൊക്കെ വരുവാണ്. ശ്യാമയോടൊപ്പം ഒന്നിച്ച് കിടന്നുറങ്ങിയതും ശ്യാമ ഭക്ഷണം വാരി കൊടുത്തതും ആ കാര്യങ്ങളെല്ലാം സങ്കടത്തോടെ ഓർത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ രാധിക. ഇതേസമയം ആ ഡോക്ടറാണെങ്കിൽ ശങ്കർജിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്യാമേനെക്കുറിച്ചും കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം ശങ്കർജി ഏഞ്ചലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ഏഞ്ചലിനെ ഒരാൾ വന്നാണ് ആക്കിയത്, അത്രയ്ക്ക് വലിയ പരിചയമൊന്നുമില്ല, പിന്നെ ചില ഓർമ്മകളൊക്കെ മനസ്സിൽ ചിതറിക്കപ്പെട്ട് വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണിപ്പോൾ ഏഞ്ചൽ. ആരൊക്കെയോ ഉണ്ട്, പക്ഷെ അവരെയൊന്നും ഏഞ്ചലിനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഏഞ്ചലിനെ അവിടെ കൊണ്ടുവന്നപ്പോൾ ആരോടൊന്നും സംസാരിക്കാതെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏഞ്ചലിനുണ്ടായി മാറ്റത്തിന് കാരണം മീനാക്ഷി മോളാണ്. അവളുമായിട്ട് കൂട്ടുകൂടിയതിന് ശേഷം ഏഞ്ചൽ സംസാരിക്കുകയും മിണ്ടുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും കാണുന്നത്. ഏഞ്ചലിൻ്റെ മാറ്റം സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയം ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ശങ്കർജി ഇവിടെ മറ്റൊരു പേഷ്യൻ്റ് കൂടി വന്നിട്ടുണ്ട്. ഒരു പ്രായമായ അമ്മയാണ്, നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള കഥ തന്നെയാണ്. വിദേശത്തായിരുന്ന മകൻ തിരിച്ചു വന്നതിന് ശേഷം അമ്മയുടെ പേരിലുണ്ടായ വീടും സ്ഥലമൊക്കെ സ്വന്തം പേരിലാക്കിയിട്ട് അമ്മയെ പുറത്താക്കി ഗേറ്റടച്ച് വാതിലടച്ച് കളഞ്ഞു. വഴിയിൽ അവശയായി കിടന്നിരുന്ന ആ അമ്മയെ അവിടെ കണ്ട ഒരു പെൺകുട്ടിയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്.
ഇപ്പോൾ കഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ അമ്മക്ക് പോകാനായിട്ടൊരു സ്ഥലമില്ല, തങ്ങാനായിട്ട് ഒരു ആശ്രയ കേന്ദ്രമില്ല. പിന്നെ ആ അമ്മയെ ഇവിടെ ആക്കിയ പെൺകുട്ടിയാണെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ അമ്മയെ കൊണ്ടുപോകാനായിട്ട് ഒരു ആശ്രയ കേന്ദ്രം, അതാണിപ്പോൾ ആവശ്യം. ശങ്കർജി വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? അന്നേരം ഇതെല്ലാം കേട്ട് സ്നേഹം അരികിലുണ്ടാവും. അയ്യോ ശങ്കർജി, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരാളെ കൂടി എടുക്കുക എന്ന് പറഞ്ഞാൽ. അന്നേരം ശങ്കർജി പറയണേ, അവസ്ഥയൊക്കെ നമ്മൾ മനുഷ്യരായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, എന്താണെങ്കിലും നമുക്ക് ആലോചിക്കാം ഡോക്ടറെ. അല്ല, എവിടെയാണ് അവരുള്ളത്? വരൂ ശങ്കർജി, ഞാൻ കാണിച്ചു തരാം. ഞാൻ നിർബന്ധിക്കുകയൊന്നുമല്ല. എന്തെങ്കിലും സഹായം ശങ്കർജിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം ഡോക്ടറെ. അങ്ങനെ ശങ്കർജിനെയും കൂട്ടി ഡോക്ടർ നേരെ രാധികയുടെ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇതേ സമയം മീനാക്ഷി മോളെ കണ്ണൊക്കെ തുറന്നിട്ടുണ്ടാകും കേട്ടോ. അന്നേരം സിസ്റ്റർ വരുക. ആ മോളെ, വേദനയൊക്കെ മാറിയോ? മാറി സിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈറ്റും വെയിറ്റൊക്കെ നോക്കാനായിട്ട് പോകാം. മോള് വാ. അങ്ങനെ ശ്യാമക്കൊപ്പം മോള് സിസ്റ്ററിൻ്റെ അരികിലേക്ക് പോകുവാണ്. ഈ സമയത്തായിരിക്കും ഡോക്ടറും ശങ്കർജിയും കൂടി ആ റൂമിലെത്തുന്നത്. ആ ശങ്കർജി, ഇതാ ഞാൻ പറഞ്ഞ അമ്മ. ആ കുട്ടിക്കറിയാമല്ലോ, ഈ ഹോസ്പിറ്റലൊക്കെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ആ ചാരിറ്റബിൾ ട്രസ്റ്റിലെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ശങ്കർജി. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ ആശ്രിതരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആശ്രമ കേന്ദ്രങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അമ്മയുടെ കാര്യം ഞാൻ ശങ്കർജിയോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം രാധിക ശങ്കർജിയോട് പറയണേ, നമസ്കാരം സാർ. ഈ അമ്മ ഒരു പാവപ്പെട്ട അമ്മയാണ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റിയാൽ അത് വളരെ നല്ല കാര്യമായിരുന്നു. അന്നേരം ശങ്കർജി പറയണേ, കുട്ടി ധൈര്യമായിട്ടിരിക്കും. ഇതുപോലെ ആശ്രയം നഷ്ടപ്പെട്ട കുറേ പേരുണ്ട് ഞങ്ങളുടെ ആശ്രമത്തിൽ. ഈ അമ്മേനെയും ഞാൻ വെറുതെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കൊണ്ടുപോകുക ഞങ്ങളുടെ ആശ്രമത്തിലേക്ക്. അവിടെ ഒരു കുറവും ഉണ്ടാവില്ല. അത് കേൾക്കുന്നതും രാധികയ്ക്കും അമ്മക്കും ഒക്കെ ഒത്തിരി സന്തോഷമാകുക. അമ്മേ, ഇപ്പം സന്തോഷമില്ലേ? ശങ്കർജി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോർത്ത് വിഷമിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വേണ്ട മോളെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ആ തെരുവിൽ തന്നെ കിടന്ന് എന്നേക്കുമായിട്ട് തീർന്നു പോകേണ്ടതായിരുന്നു ഞാൻ. നീ വന്നില്ലായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എത്തിയല്ലോ. അവിടെ പോയാലും ഞാൻ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുകയും അങ്ങോട്ട് വന്ന് കാണുകയൊക്കെ ചെയ്യാട്ടോ. ഈ സമയം ശങ്കർജി രാധികയോട് ചോദിക്കണേ, അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമോ മറ്റോ ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ കുറച്ച് മുമ്പാണ് ഈ അമ്മയെ പരിചയപ്പെട്ടത്. അന്നേരം അമ്മ പറയണേ, അതെ സാറേ, കുറച്ച് മുമ്പാണ് ഈ മോളെ ഞാനും കണ്ടത്. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ ബോധം പോലും ഇല്ലാതെ ഞാൻ വീടിന് മുന്നിൽ തളർന്നു കിടക്കുമായിരുന്നു. അന്നേരം എന്നെ വന്ന് വിളിച്ചത് ഈ മോളാണ്. ആ സമയം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു മാലാഖ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ വന്നിരുന്ന ഈ കുറച്ച് സമയം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പരിചയപ്പെട്ടതും. മോള് എൻ്റെ മക്കൾ പോലും എന്നോട് കാണിക്കാത്ത തരത്തിലുള്ള സ്നേഹം എന്നോട് കാണിച്ചതുമൊക്കെ. അന്നേരം ശങ്കർജി പറയുന്നുണ്ട്, കുട്ടിക്ക് എന്താണെങ്കിലും വളരെ നല്ല മനസ്സ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടല്ലേ ഇന്നത്തെ കാലത്ത് പലരും ചെയ്യാൻ പഠിക്കുന്ന ഇത്തരത്തിലൊരു കാര്യം കുട്ടി ചെയ്തത്. അന്നേരം രാധിക പറയുന്നുണ്ട്, എനിക്കെന്തോ ഈ അമ്മയെ കണ്ടപ്പോൾ എൻ്റെ സ്വന്തം അമ്മയെ പോലെ തോന്നിയത്. എൻ്റെ അമ്മ ഇപ്പം എൻ്റെ കൂടെയില്ല. അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. അമ്മ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പെട്ടെന്ന് ഈ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ തന്നെ ഓർമ്മ വന്നത്. അന്നേരം ശങ്കർജി പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട. മോളുടെ അമ്മ എവിടെയാണെങ്കിലും ഒരു ദിവസം മോളുടെ അരികിലേക്ക് തന്നെ വരും. മോളുടെ ഈ സ്നേഹം, ഇത്ര നല്ല മനസ്സൊക്കെ ആ അമ്മയെ മോളുടെ മുമ്പിൽ തന്നെ എത്തിക്കും. എന്നാൽ കുട്ടി ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ പോകാറാകുമ്പോൾ വിളിക്കാം. അങ്ങനെ പറഞ്ഞ ഡോക്ടർ ശങ്കർജിനെയും കൂട്ടി നേരെ കൺസൾട്ടിങ് റൂമിലേക്ക് പോകുവാണ്. ഇതേ സമയം ശ്യാമയും മീനാക്ഷിയും കൂടി അവരുടെ ഹൈറ്റും വെയിറ്റും നോക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ റിസൾട്ടൊക്കെ നോക്കുവാണ് ഡോക്ടർ. എന്നിട്ട് ഡോക്ടർ ശങ്കർജിയോട് പറയണേ, എല്ലാം ഓക്കെയാണ്. കുറച്ച് ദിവസം കൂടി മെഡിസിൻസൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ മീനാക്ഷി മോള് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആകും. വേറെ കുഴപ്പമൊന്നുമില്ല ശങ്കർജി. അത് കേൾക്കുമ്പോൾ ശ്യാമക്കും ശങ്കർജിക്കും ഒക്കെ ഒത്തിരി സന്തോഷമാകുക. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, അല്ല, കഴിക്കാനുള്ള മരുന്നൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അതൊക്കെ ഞാൻ പറഞ്ഞു തന്നോളാം ഏഞ്ചൽ, നിങ്ങൾ പൊക്കോ. എന്നാൽ ഡോക്ടർ, നമുക്ക് അമ്മയുടെ അരികിലേക്ക് ചെല്ലാം, അവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകാം. അങ്ങനെ ശ്യാമയും മീനാക്ഷിയും കൂടി സ്നേഹക്കൊപ്പം കാറിലേക്ക് പോയി കയറുവാണ്. ഈ സമയത്ത് തന്നെ ശങ്കർജി രാധികേനെയും ആ അമ്മയും കൂട്ടി ഡോക്ടർക്കൊപ്പം പുറത്തേക്ക് കാറിൻ്റെ അരികിലേക്ക് നടന്നു വരുമായിരിക്കും കേട്ടോ. ഈ സമയം ശ്യാമ മീനാക്ഷിയെ കളിപ്പിച്ചുകൊണ്ട് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരം അമ്മയാണെങ്കിൽ രാധികയോട് യാത്ര പറയണേ, എന്നാൽ പിന്നെ അമ്മ പോട്ടെ മോളെ, അമ്മ ധൈര്യമായിട്ട് ചെന്നോ, അമ്മയ്ക്കവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ വാങ്ങാം, എന്നിട്ട് അങ്ങോട്ട് വിളിക്കാം. പറ്റുവാണെങ്കിൽ അങ്ങോട്ട് നേരിട്ട് വന്ന് അമ്മയെ കണ്ടോളാം. അന്നേരം അമ്മ പറയുന്നുണ്ട്, വേറെ ആരെങ്കിലും ഇത് പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു.
പക്ഷേ ഇതിപ്പോൾ പറഞ്ഞത് മോളല്ലേ. മോൾ പറഞ്ഞാൽ എന്നെ ഉറപ്പായിട്ടും വിളിച്ചിരിക്കും, എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വന്നിരിക്കും. മോളുടെ എല്ലാ സങ്കടങ്ങളും ദൈവം മാറ്റി തരും. മോളുടെ അമ്മ ഒരു ദിവസം മോളെ തേടി മോളുടെ അരികിലേക്ക് എത്തും. മോള് വിഷമിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് രാധികനെ കെട്ടിപ്പിടിച്ച് രാധികയുടെ കവിളിലും നെറ്റിയിലൊക്കെ മോടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കാറിൻ്റെ അകത്ത് നിന്നും ശ്യാമ പുറത്തേക്ക് നോക്കുമ്പോൾ ആ അമ്മ ഒരു പെൺകുട്ടീനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. മുഖം കാണാത്ത കാരണം ശ്യാമക്കും ആളെ അങ്ങ് പിടികിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ രാധികയുടെ യാത്രയൊക്കെ പറഞ്ഞ് ആ അമ്മയും കാറിൽ കയറുവാണ്. അങ്ങനെ രാധികയും കാറിലേക്ക് നോക്കി അമ്മക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴും ശ്യാമയുടെ മുഖമൊന്നും രാധിക കാണുന്നില്ല. അങ്ങനെ ശങ്കർജിയും കാറിൽ കയറി കാറും എടുത്ത് അവരവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധിക ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അവിടുത്തെ ആശ്രമത്തിൻ്റെ നമ്പർ ഒന്ന് എനിക്ക് തരണം കേട്ടോ, എനിക്ക് അങ്ങോട്ട് വിളിക്കണം, അമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കണം. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന രാധികനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്